ഹായ് ഫ്രണ്ട്സ്, നാത്തൂൻസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ റംസാനിന് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഡ്രിങ്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്നും വത്തക്ക വെള്ളമാണ് നമ്മൾ തയ്യാറാക്കില്ല, അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വെള്ളമാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ വത്തക്കൻ്റെ ഒരു പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീര് എടുത്ത് വെച്ചാണ്. ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കാം. അപ്പോൾ നമുക്ക് ജാറിലേക്ക് ആദ്യം വത്തക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. വത്തക്ക കുരു കളയാതെ കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. നമുക്ക് ഈ ജാറിലേക്ക് അല്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അധികം വേണമെന്നില്ലെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 4 കൈയിലോളം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങേൻ്റെ നീര് കുരു ചേർക്കാതെ പെടാതെ നമ്മൾ അരിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. പെട്ടെന്നാണ്, സിമ്പിളായിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് ജാറിൽ നിന്ന് അല്പം വെള്ളം ചേർത്തിട്ട് വെച്ചെടുക്കാം. അപ്പോൾ പ്ലേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ്. നമുക്ക് റംസാനിനൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസും കൂടിയാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ഡിഷുമായിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.